എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം. കുറിവാക്യമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഒരു ചോദ്യമാണ്. ഈ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ ലേഖനം എഴുതിയ പശ്ചാത്തലം ഞാൻ 1-2 വാക്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ അഭിപ്രായപ്പെടുന്നത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയൊരു ലേഖനമാണിത്. പൗലോസ് ഈ ലേഖനം എഴുതിയത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ കേൾവിയാൽ ആവേശത്തോടെ ദൈവസഭയുടെ ഭാഗമായി തീർന്നൊരു കൂട്ടരോടാണ്. സുവിശേഷം കേട്ടപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്ന മതത്തിൻ്റെ എല്ലാ പാരമ്പര്യവും വിട്ട്, അവർ നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയും ആചാരങ്ങളും എല്ലാം വിട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നു. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സുവിശേഷത്തിൽ വിശ്വസിച്ച് ഇവർ വന്നിരിക്കുന്ന ദൈവസഭയിൽ ഇവർ നോക്കുമ്പോൾ പണ്ടത്തെ പോലെ മനോഹരമായ ആലയങ്ങളില്ല, പണ്ടത്തെ പോലെ മഹാപുരോഹിതന്മാരില്ല, യാഗങ്ങളില്ല, വഴിപാടില്ല. ആകെക്കൂടെയുള്ളത് പണ്ട് മുക്കുവാനായിരുന്ന പത്രോസാണ് ഇപ്പോൾ ശുശ്രൂഷ നയിക്കുന്നത്. അതുമാത്രമല്ല, വർഷങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഇവർ നേരിട്ട സാഹചര്യങ്ങൾ, ഇവർ ഈ പാരമ്പര്യമെല്ലാം വിട്ടിറങ്ങിയപ്പോൾ കുടുംബത്തിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു. വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ ക്ഷീണം തട്ടി തുടങ്ങി, ഇവരുടെ ഉള്ളിൽ സംശയമുണ്ടായി. ഞങ്ങൾ ഇറങ്ങിയത് ശരിയായ വിശ്വാസത്തിൻ്റെ പുറകെ ആണോ? ആഗ്രഹത്തോടൊക്കെ ഇറങ്ങിയതാ, പല കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ഓർത്തിറങ്ങിയതായിരിക്കാം. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ സാഹചര്യങ്ങൾ മാറുന്നത് കണ്ടില്ല. വെല്ലുവിളികളാ. എബ്രായ ലേഖനത്തിലെ വാക്യങ്ങളുണ്ട്, സമയം നമുക്ക് കുറവാണ്, ഇതെല്ലാം വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. നിന്ദകൾ, പഴികൾ, സമ്പത്തുകളുടെ നഷ്ടം എന്ന് വേണ്ട പല വിധത്തിലുള്ള പ്രതിസന്ധി. ഇപ്പോൾ സംശയം, ഇറങ്ങിയത് ശരിയായോ? പിന്മാറ്റത്തിലേക്ക്, പഴയ വിശ്വാസത്തിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അവിടെയാണ് ഈ എബ്രായ ലേഖന കർത്താവ് എഴുതി ഉറപ്പിക്കുന്നു, നിങ്ങൾ കണ്ടെത്തിയ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ കണ്ടെത്തിയതാണ് ഏറ്റവും ഉന്നതമായ വിശ്വാസം. ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ സംശയത്തോടിരിക്കുന്നവരുണ്ടോ? പിന്മാറ്റത്തിലേക്ക് തിരിഞ്ഞുപോയവരെന്നെ കേൾക്കുന്നവരിലുണ്ടോ? നിങ്ങളോടാണ് പ്രാരംഭത്തിൽ പറയുന്നത്. ആവേശത്തോടെ സ്നാനപ്പെട്ട് സഭയിൽ വന്നു, പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. മനസ്സ് മടുത്തവരായി എന്നെ കേൾക്കുന്നവരോട് ഇന്ന് രാത്രിയിൽ ഈ വചനം പറയുന്നത്, മുറുകെ പിടിക്കണം. വെല്ലുവിളികളുണ്ട്, നിന്ദകൾ, പരിഹാസം, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്ന, നിന്ദകൾ ഏൽക്കേണ്ടി വന്നവരോട് കർത്താവ് പറയുന്നു, മുറുകെ പിടിക്കുക. ഇതിനൊപ്പം വെക്കാൻ മറ്റൊന്നില്ല. എബ്രായ ലേഖന കർത്താവ് എഴുതി ഉറപ്പിക്കുകയാണ്, ഇതിനൊപ്പം പറയാൻ മറ്റൊന്നില്ല. 2-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വേഗം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിലെ പ്രധാന പ്രമേയം ഇവർക്കിപ്പോൾ ലഭിച്ച രക്ഷയുടെ മഹത്വത്തെ വർണ്ണിക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് സംസാരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം, 1, രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളത്തിൽ വലിയ ആവേശമുണ്ടാവണം. നമ്മൾ അനുഭവിച്ച രക്ഷയുടെ മഹത്വം അറിഞ്ഞിട്ട് അത് ധൈര്യത്തോടെ, ഈ വർഷത്തിൻ്റെ ആരംഭ മാസമല്ലേ, ധൈര്യത്തോടെ സുവിശേഷീകരണത്തിന് ഇറങ്ങാൻ പ്രചോദനമായി സന്ദേശം മാറണം. 2-ാമത്തെ ലക്ഷ്യം, ആദ്യമായിട്ട് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമല്ല, മറ്റ് സമുദായമോ മറ്റ് മതമോ ഏത് പശ്ചാത്തലങ്ങളോ നിങ്ങളായിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി
ഈ രക്ഷയുടെ മഹത്വം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പെന്തിക്കോസുകാരുടെ കൂട്ടായ്മയ്ക്കകത്ത് എന്താ ഇത്ര ആവേശം, എന്താ ഇത്ര ബഹളം, എന്താ ഇത്ര കയ്യടി എന്ന് ചോദിച്ചാൽ ഈ രക്ഷയുടെ മഹത്വം ഓർത്തിട്ടാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് രാത്രി ഒരു ആവേശം, ഒരു ഉണർവ് യോഗത്തിൻ്റെ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശാന്തമായി അക്കമിട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വായിച്ച വാക്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഈ പശ്ചാത്തലം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. വായിച്ച വാക്യം ഇങ്ങനെയാണ്: ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ ആ വാക്യത്തിൽ പറയുന്ന കാര്യം എന്താണ്? രക്ഷയെ ഗണ്യമാക്കാതെ പോകുക, രക്ഷയെ അവഗണിക്കുക. എങ്ങനെയാണ് രക്ഷയെ അവഗണിക്കുന്നത്? എങ്ങനെയാണ് രക്ഷയെ അലക്ഷ്യമാക്കുന്നത്? 2-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. രക്ഷയുടെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തോടുള്ള പ്രതികരണമാണ് രക്ഷയോടുള്ള പ്രതികരണം. മനസ്സിലായില്ല? ഞാൻ ഒന്നുകൂടെ പറയാം. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരു സന്ദേശമുണ്ട്. അത് സുവിശേഷ സന്ദേശമാണ്. ആ സുവിശേഷത്തിൻ്റെ സന്ദേശത്തോടുള്ള നമ്മുടെ പ്രതികരണം, അതാണ് നമ്മുടെ രക്ഷയെ ഉറപ്പുവരുത്തുന്നത്. 3-ാമത്തെ ദിവസം വീണ്ടും സുവിശേഷത്തിൻ്റെ സന്ദേശം ഇവിടെ പ്രസംഗിക്കും. എനിക്ക് അനുവദിച്ച സമയം കഴിയുമ്പോൾ എൻ്റെ കേൾവിക്കാരുടെ മുമ്പിൽ വീണ്ടും ഒരു അവസരം വരിക, തിരഞ്ഞെടുക്കാൻ ഒരു അവസരം വരിക. ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഇതിനെ സ്വീകരിക്കുമോ, ഇതിനെ തള്ളിക്കളയുമോ? തള്ളിക്കളഞ്ഞാൽ, ഞങ്ങൾ ഇതൊക്കെ എത്ര കേട്ടതാന്നുള്ളൊരു മനോഭാവത്താൽ ഇതിനെ തട്ടിത്തെറിപ്പിച്ചാൽ രക്ഷയാണ് അലക്ഷ്യമാക്കി കളയുന്നതെന്ന് തിരിച്ചറിയുക. ഇപ്പൊ ചോദ്യം ഇതാണ്: ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ട. ആ ചോദ്യത്തിൻ്റെ ശൈലി എങ്ങനെയാണ്? എഴുത്തുകാരൻ ഒരു ചോദ്യം എഴുതിയിരിക്കുന്നത്, അതിന് ഉത്തരം വേണ്ട. അതിൻ്റെ ഉത്തരം ഇതാണ്: ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന. ഇത് അവഗണിച്ചാൽ മറ്റൊരു മാർഗമില്ലെന്നാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരുടെ ശ്രദ്ധയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വളരെ ഗൗരവമേറിയൊരു സന്ദേശമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വിലപ്പെട്ട ഈ സന്ദേശത്തോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ നിത്യതയെ നിശ്ചയിക്കുന്നതാണെന്ന് തിരിച്ചറിയുക. ഇന്നത്തെ സന്ദേശത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 3 കാര്യമാണ്. 1, എന്തുകൊണ്ട് ഈ സന്ദേശത്തെ അവഗണിച്ചുകൂടാ? ഇതിനെ അവഗണിച്ചുകൂടാ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? 2, ഈ സന്ദേശത്തോട്, സുവിശേഷത്തിൻ്റെ സന്ദേശത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? 3, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ സ്വീകരിക്കുന്നതിലൂടെ എനിക്കെന്ത് ലഭിക്കും? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സന്ദേശത്തെ അവഗണിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ വാക്യത്തിൽ തന്നെ, 2-ാമത്തെ അധ്യായത്തിൽ തന്നെ എബ്രായ ലേഖന കർത്താവ് ചില കാരണങ്ങൾ എഴുതി ഉറപ്പിക്കുകയാണ്. ഈ സന്ദേശത്തെ, ഈ രക്ഷയെ നിങ്ങൾ അലക്ഷ്യമാക്കരുത്. എന്താ കാരണം? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സന്ദേശം, ഈ സുവിശേഷം തള്ളിക്കളയരുത്. കാരണം ഇത് നൽകുന്ന ഒരു വലിയ രക്ഷയുണ്ട്. ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഇത്ര വലിയ എന്ന് പറയുമ്പോൾ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ അത്രയും മഹത്വമുള്ള ഒരു മഹത്തായ രക്ഷ സൗജന്യമായി ഈ സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് തള്ളിക്കളയരുത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ള ഫീൽഡിൽ വലിയ പഠനങ്ങളൊക്കെ നടത്തിയവരായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള ഫീൽഡുകളൊക്കെ കണ്ടെത്തി നല്ല സ്കൂളും കോളേജൊക്കെ നോക്കി
വിദ്യാഭ്യാസത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ. നല്ല കാര്യമാണ്, നല്ലവണ്ണം പഠിക്കണം. പക്ഷെ ജീവിതത്തിൽ നാം നേടേണ്ട ഏറ്റവും വലിയ അറിവ് ഏതെന്നറിയാമോ? രക്ഷാമാർഗം ഏതെന്നറിയണം. നമ്മളിൽ പലരും ഈ വിദേശയാത്രകളൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഈ വിദേശയാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുമ്പം നമ്മുടെ ബസ്സും ട്രെയിനും പോലെ അല്ലല്ലോ, അതിനേക്കാളൊക്കെ വലിയ സജ്ജീകരണങ്ങളുള്ള വിമാനം. അപ്പോൾ വിമാനത്തിൽ കയറി കഴിയുമ്പോൾ കുടിക്കാൻ ആവശ്യമുള്ളതുണ്ട്, കഴിക്കാൻ നോൺ വെജ് വേണോ വെജ് വേണോ എന്തോ വേണമെങ്കിലും തരും. പിന്നെ എന്തോ എല്ലാ ക്രമീകരണവും ഉണ്ട്. പിന്നെ ഓരോ പാസഞ്ചർക്ക് വേണമെങ്കിൽ ടി വി ഉണ്ട്, ആ ടി വിയിൽ കൂടെ പാട്ട് കേൾക്കണമെങ്കിൽ കേൾക്കാം, പിള്ളേർക്ക് കളിക്കണമെങ്കിൽ കളിക്കുക, എല്ലാ ക്രമീകരണവും ഉണ്ട്. പിന്നെ ഇതൊന്നും വേണ്ട, ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനുള്ള പുതപ്പും സൗകര്യങ്ങളൊക്കെ തന്ന് ഉറങ്ങാൻ വേറെ ക്രമീകരണമുണ്ട്. പക്ഷേ ഈ വിമാനം എടുക്കുന്നതിന് മുന്നേ എയർ ഹോസ്റ്റസ് 1-2 പേര് വന്ന് ചില കാര്യങ്ങൾ കാണിക്കും, ചില കാര്യങ്ങൾ പറയും. നമ്മൾ പൊതുവെ അത് ശ്രദ്ധിക്കാറില്ല. അവർ പറഞ്ഞ ഇതാണ്: ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി പ്ലീസ് നോ ദി നിയറസ്റ്റ് എക്സിറ്റ്. എങ്ങാണ്ട് ഒരു അപകടമുണ്ടായാൽ ഏറ്റവും അടുത്തുള്ള വാതിൽ എവിടാന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഈ യാത്ര ആസ്വദിക്കാൻ. എങ്ങാണ്ട് ഒരു അപകടം പറ്റിയാൽ രക്ഷയുടെ മാർഗം അറിയത്തില്ലെങ്കിൽ ഇത് പോകാം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? വലിയ പഠനവും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ രക്ഷയുടെ മാർഗം മനസ്സിലായിട്ടുണ്ടോ? രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ മാർഗം, അത് ഈ സന്ദേശം സൗജന്യമായി നൽകുന്ന ഇത്ര വലിയ രക്ഷയാണ്. ഈ സന്ദേശത്തെ തള്ളിക്കളയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് സൗജന്യമായ ഒരു രക്ഷയെ നൽകുന്നു. അപ്പോൾ ഈ രക്ഷ മഹത്വമേറിയതാണ്, വലിയ രക്ഷയാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കണം. വായിച്ച വാക്യത്തിലേക്ക് തന്നെ വരാം. 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യത്തിൽ ഒരു 3 കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് നോക്കണം. 3-ാമത്തെ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാമോ? കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയതും. ഈ രക്ഷ ഇത്രയും മഹത്വമുള്ളതാകുന്നതിൻ്റെ 1-ാമത്തെ കാരണം, ഇത് പറഞ്ഞു തുടങ്ങിയത് യേശു ക്രിസ്തുവാണ്. ഇതിൻ്റെ 1-ാമത്തെ പ്രസംഗി യേശുവാണ്. ഇത് പറയുമ്പം ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നവരുടെ ഉള്ളിൽ ചോദ്യം, അല്ല യേശു പ്രസംഗിക്കുന്നതിന് മുന്നേയും പഴയ നിയമത്തിൽ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ശരിയാണ്. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതൽ കൃത്യമായി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. രക്ഷകൻ വരുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി വരുന്നുണ്ട്, സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന, ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, ജനത്തിന് പകരമായി മരിക്കുന്ന ഒരു രക്ഷകൻ വരുന്നുണ്ടെന്ന് പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പക്ഷെ പൂർണ്ണമായ വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് യേശുവിലൂടെയാണ്. യേശു എവിടെയാണ് ഇത് പ്രസംഗിച്ചത്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം ഇപ്രകാരം വായിക്കുന്നു: യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ് യേശു പ്രസംഗിച്ച ആദ്യത്തെ സുവിശേഷം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. 1-ാമത്തെ പ്രസംഗി യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വർഷം 2000 പ്രസംഗം മാറ്റിയിട്ടില്ല. ഇന്ന് രാത്രിയിലത്തെയും പ്രസംഗം അതാണ്: മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ രക്ഷ ഇത്രയും മഹത്വമുള്ളതാകുന്നതിൻ്റെ 1-ാമത്തെ കാരണം, ഇതിൻ്റെ 1-ാമത്തെ പ്രസംഗി യേശു കർത്താവാണ്. അല്ല, അങ്ങനെ പറഞ്ഞ് നിർത്തിയാലും വ്യക്തമാകത്തില്ല. യേശു പ്രസംഗിച്ചത് കൊണ്ട് എന്താ മഹത്വം? യേശു പ്രസംഗിച്ചാൽ എന്താ ഈ രക്ഷ ഇത്രയും വലുതാകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ യേശു ആരെന്ന് മനസ്സിലാക്കണം. യേശു ആര്? പലർക്കും പല അഭിപ്രായം യേശുവിനെ പറ്റിയുണ്ട്. യേശു നല്ല ഗുരുവാണെന്ന് പറയുന്നവരുണ്ട്, നല്ല മനുഷ്യനായിരുന്നുവെന്ന് പറയുന്നുണ്ട്,
നല്ലവണ്ണം ജീവിച്ചൊരു മാതൃക കാണിച്ചൊരു പുരുഷനാണെന്ന് പറയുന്നവരുണ്ട്. അല്ല, യേശു വലിയ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ യേശു ആരാ? യേശു ആരെന്നറിയുമ്പോഴാണ് ആ വ്യക്തി പറഞ്ഞ സന്ദേശം, ആ രക്ഷ വലുതാവുന്നത്. ആരാണ് യേശു? യേശു ആരെന്ന് വേറെങ്ങും പോണ്ട, വേറെങ്ങും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നില്ല. എബ്രായ ലേഖനത്തിൽ തന്നെ നീണ്ട വിവരണം യേശുവിൻ്റെ നിസ്തുല്യതയെപ്പറ്റി, യേശുവിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. 1 മുതൽ തുടർന്നുള്ള അധ്യായങ്ങളെല്ലാം വായിച്ചാൽ യേശുവിൻ്റെ നിസ്തുല്യതയെ വരച്ച് കാണിക്കുക. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാതെ 1-ാമത്തെ അധ്യായത്തിലേക്ക് മാത്രം വിളിക്കുകയാണ്. യേശു ആര്? 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവിടെ അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. യേശു ആര്? യേശു സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, സകലത്തിൻ്റെയും അവകാശിയാണ്. തീർന്നില്ല, 3-ാം വാക്യത്തിൽ പറയുന്നത് അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര. വ്യാഖ്യാനിക്കേണ്ട ഭാഗമാണ്, അതിന് ഞാൻ സമയമെടുക്കാതെ ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥം പറയാണ്. യേശു ആര്? യേശു കേവലം ഒരു ടീച്ചറല്ല, യേശു കേവലം ഒരു ഗുരുവല്ല, പ്രവാചകൻ മാത്രമല്ല, യേശു സാക്ഷാൽ ദൈവമാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ വാക്യം വേണോ? ഉണ്ട്, എത്രയോ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ. പലരും ചോദിക്കും യേശു ദൈവമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെന്നേ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറഞ്ഞാൽ അതാരെ പറ്റി പറയാണ്? 14-ാമത്തെ വാക്യം, വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ഏത് വചനം? ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. യേശു ക്രിസ്തു ആര്? ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. അപ്പോൾ ഈ സന്ദേശത്തിന്റെ 1-ാമത്തെ പ്രസംഗി ആരാ? കേവലം മനുഷ്യനല്ല. ഈ സന്ദേശത്തിന്റെ ഉറവിടം, സ്രോതസ് ആരാ? ഇത് മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ കഥയല്ല, ഇത് യേശുവിന്റെ സന്ദേശമായിരുന്നു. ഇത് ദൈവം മനുഷ്യനോട് കാട്ടിയ കരുണയുടെ, സ്നേഹത്തിന്റെ സന്ദേശമാണ്. അപ്പൊ കേൾക്കണേ, അപ്പൊ സുവിശേഷത്തെ തള്ളുക എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അവഗണിക്കുക? ദൈവത്തോടുള്ള മത്സരമാണ്. സുവിശേഷം വേണ്ട എന്ന് പറയുന്നത് സഭയോടുള്ള മത്സരമല്ല, പാസ്റ്റർമാരോടുള്ള മത്സരമല്ല, സുവിശേഷകന്മാരോടുള്ള മത്സരമല്ല, ഇത് ദൈവത്തോടുള്ള ധിക്കാരമാണെന്ന് തിരിച്ചറിയണം. യോ, ദൈവത്തോട് മത്സരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ കേവലം മനുഷ്യരല്ലേ? സങ്കീർത്തന പുസ്തകത്തിലെ വാക്യം അനുസരിച്ച് അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നു. എന്തോ ആ പൊടിയാണ്, ഒരു ശ്വാസം മാത്രമാണെന്ന്. അപ്പൊ ഈ മഹാദൈവത്തോട് മത്സരിക്കാൻ നമുക്ക് കഴിയുമോ? പണ്ട് ശ്രേഷ്ഠനായ, ഇപ്പൊ നമ്മൾ അപ്പോസ്തലനൊക്കെ വിളിക്കുന്ന പൗലോസ്, താൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഈ മാർഗത്തിലുള്ളവരെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി, അധികാര പത്രമൊക്കെ വാങ്ങിച്ച് ഈ മാർഗക്കാരെ മുഴുവനും ഇല്ലാതാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെ നടന്നൊരു കാലമുണ്ട്. പോകുന്ന വഴിക്ക് ദൈവം തന്നെ കണ്ടുമുട്ടി. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: മുള്ളിനോട് ഉതയ്ക്കുന്നത് നല്ലതല്ല. ദൈവത്തോട് മത്സരിക്കാൻ കഴിയത്തില്ല. സുവിശേഷത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ സന്ദേശമാണ്. അപ്പൊ ഇന്ന് രാത്രി 3-ാമത്തെ ദിവസം രാത്രിയിൽ ഇവിടെ മുഴങ്ങുന്ന സന്ദേശം എന്താ? യേശു നിങ്ങളെ വിളിക്കുക സുഹൃത്തെ. പൗലോസിന്റെ തന്നെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ, ഞങ്ങൾ ഇന്നിപ്പോൾ ഞാനാണ് പ്രസംഗിക്കാൻ, എനിക്കാണ് നിയോഗം വീണത്. ആര് പ്രസംഗിച്ചാലും ഞങ്ങൾ യേശുവിൻ്റെ സ്ഥാനാപതികളായി നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുക. യേശുവിന് പകരം നിൽക്കുകയാണ് പ്രസംഗികളെല്ലാം. ഇന്ന് രാത്രിയിലും യേശുവിന് പകരം നിന്ന് നിങ്ങളോട് വിളിച്ചു പറയുക,
ദൈവത്തോടും മത്സരിക്കാൻ മനുഷ്യ നിനക്ക് സാധിക്കത്തില്ല. ദൈവത്തോടും നിരപ്പ് പ്രാപിപ്പാൻ ഇതാ സുവിശേഷം ഒരു അവസരം നൽകുന്നു. ഇന്ന് രാത്രിയിലും യേശു നിന്നെ വിളിക്കുന്നു. അപ്പോൾ ഈ രക്ഷ മഹത്വമേറിയതാണ്. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ പ്രസംഗി യേശുവാണ്. ഇതിന് അധികാരം നൽകുന്നത് യേശുവാണ്. ഇതിൻ്റെ നിയോഗം നൽകുന്നത് കർത്താവാണ്. യേശു കേവലം മനുഷ്യനല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ വാക്യത്തിലേക്ക് തന്നെ വരാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. മൂന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത് നമ്മൾ വായിച്ചു. രണ്ടാമത്തെ ഭാഗം, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. രണ്ടാമത്തെ കാരണം, ഈ രക്ഷ ഇത്രയും മഹത്വമാകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, ദൈവം സാക്ഷി നിന്ന സന്ദേശമാണിത്. എങ്ങനെയാണ് ദൈവം സാക്ഷി നിന്നത്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തു. അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് സാക്ഷി നിന്നു എന്ന് പറഞ്ഞാൽ, കോടതി നമ്മൾ കേട്ടിട്ടില്ലേ? കോടതി മുറിയിൽ കേസ് നടക്കുക, രണ്ട് സൈഡിൽ നിന്നും തെളിവുകളൊക്കെ നിരത്തി വാദമങ്ങ് മുറുകുന്നു. അപ്പോൾ ഇതാ കോടതിയിലേക്ക് ഒരു സാക്ഷി വരികയാ, നിർണായകമായ തെളിവുള്ളൊരു സാക്ഷി. തെളിവുമായിട്ട് ഈ സാക്ഷി വന്നിരിക്കുക. ഈ സാക്ഷി പറയുന്ന തെളിവ് ഈ കേസിൻ്റെ വിധിയെ നിശ്ചയിക്കും എന്നതുപോലെ ഇവിടെ പറയാ, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ ശരിവെക്കാൻ, അതിനെ ഉറപ്പിക്കാൻ മനുഷ്യന്റെ ചരിത്രത്തിലേക്ക്, മനുഷ്യന്റെ ചരിത്രം എന്ന കോടതി മുറിയിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് ഈ സന്ദേശം. ഈ സന്ദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇതിനെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എവിടെയാണ് സുവിശേഷത്തിന് ദൈവം സാക്ഷി നിന്നത്? എവിടെയാണ് ദൈവം സുവിശേഷത്തെ ഉറപ്പിച്ചത്? ഒന്ന് രണ്ട് ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാനിത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. സുവിശേഷത്തിൻ്റെ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത്, ആദ്യ സഭയുടെ പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ വിവരണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രസംഗം ആക്ട്സ് ചാപ്റ്റർ 2, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം. നമുക്ക് പെന്തിക്കോസുകാർക്ക് ആ ഭാഗങ്ങൾ നല്ലവണ്ണം അറിയാം. 50-ാം ദിവസം, പെന്തിക്കോസ് ദിവസം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം കൂടി, യെരുശലേമിൽ ഉത്സവത്തിന് വന്നവർ, പെരുന്നാളിന് വന്നവരെല്ലാം അവിടെ ഒന്നിച്ചുകൂടി. അപ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം നടത്തി. എന്തുവായിരുന്നു പ്രസംഗം എന്നറിയാമോ? പ്രധാന വിഷയം ഇതാണ്: യേശു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രൻ, നിങ്ങളവനെ ക്രൂശിൽ തറച്ചു. എന്നിട്ട് പത്രോസ് നിന്നിട്ട് പറയാ, നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. സുവിശേഷത്തിന് ദൈവം സാക്ഷി നിന്നത് എവിടെ? ശരിക്ക് കേൾക്കുക, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. ഞാൻ കുറച്ചും കൂടെ അത് പറയാൻ ആഗ്രഹിക്കുക. യൗവനക്കാരെ ഞാനിവിടെ കാണുന്നു, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. നിങ്ങളും ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാ. ഇതേ യെരുശലേമിൽ യേശുവിനെ ക്രൂശിൽ തറച്ചു, കല്ലറയിൽ അടക്കി. 3-ാം മല വന്ന് യേശു ഉയർത്തു എന്ന് പ്രസംഗിക്കുന്ന എളുപ്പമാണ്. കാരണം നിങ്ങളാരും ഇപ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷെ 1-ാമത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2 നടക്കുന്ന നമ്മുടെ കവലയിലല്ലല്ലോ. എവിടാ? യെരുശലേമിലാ. എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പത്രോസ് പ്രസംഗം കൊള്ളാം, നമുക്കൊന്ന് കല്ലറ വരെ പോയിട്ട് വന്നാലോ എന്ന് ചിന്തിച്ചവർ ആ കൂട്ടത്തിലും കണ്ടേക്കും. ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണേ. അവർ പോയി നോക്കിയപ്പോഴും ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരമില്ലായിരുന്നു. ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്ത, ഏത്തിസം, ഫ്രീ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ
പിള്ളേരെയൊക്കെ ഭയങ്കര ക്യാൻവാസ് ചെയ്ത് ഇതെല്ലാം വെറുതെയാടാ, ഒന്നുമില്ല. അപ്പോൾ ശരിയാ, ഞാൻ ഓർത്ത് പാസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഒന്നും കാണത്തില്ല. കേട്ടോണ ശരിക്ക്, എല്ലാവരും കേൾക്കുക. യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ 2000 വർഷം പോയിട്ട് 2 മണിക്കൂർ പോലും ആ പ്രസംഗം അവിടെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും ഈ പ്രസംഗം ഇവിടെ നടക്കുന്നെങ്കിൽ ആ കല്ലറ ശൂന്യമായിരുന്നു. പാട്ടെന്താ നമ്മൾ പാടിയത്? ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് ആരെയാ? ഉയർത്തെഴുന്നേറ്റ, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ അല്ലേ? എന്താ അത് കാണിക്കുന്നത്? സുവിശേഷം ശരിയെന്ന് പറയാൻ ദൈവത്തിന്റെ വിരൽ അടയാളമാണത്. ആർക്കും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു ശത്രുവിനും എതിർക്കുന്നവന് പോലും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ് ഓഫ് ഗോഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ. ഞാൻ 1-2 കാര്യം കൂടെ പറയാം. പലരും വലിയ പഠനങ്ങൾ നടത്തി ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്നൊക്കെ ശ്രമിക്കാൻ വേണ്ടി പഠനങ്ങൾ നടത്തിയവരുണ്ട്. നിങ്ങൾ പിന്നീട് ഗൂഗിളും, ഇപ്പോൾ ഗൂഗിളല്ല, ഇപ്പോൾ ChatGPT AI ഇങ്ങനെ വിവിധ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര സംഭവങ്ങളുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കണം. ലീ സ്ട്രോബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. താനൊരു നിരീശ്വരവാദിയായിരുന്നു. ഹി വാസ് ആൻ ഏത്തിസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേസുകളൊക്കെ പഠിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ഒരാൾ, നിരീശ്വരവാദിയാ. താൻ ഒരിക്കൽ ചിന്തിച്ചു, ഈ ക്രിസ്ത്യാനികളുടെ പ്രസംഗവും അവരുടെ പാട്ടും ബഹളമൊക്കെ നിർത്താൻ ഇതൊന്നും ഞാനൊന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകും. ശരിക്കും ഒന്ന് പഠിച്ചിട്ട്, പ്രത്യേകിച്ചും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതില്ലെന്നൊന്ന് സ്ഥാപിക്കാൻ പറ്റിയാൽ പിന്നെ ഓമാരുടെ പ്രസംഗവും ഈ സുവിശേഷീകരണമൊക്കെ അങ്ങ് തീരുമല്ലോ. അപ്പോൾ പുള്ളി ആ തീരുമാനിച്ച് വലിയ കാര്യമായ റിസർച്ചിലേക്ക് കടന്നു. റിസർച്ച് ചെയ്ത് പല കണ്ടുപിടുത്തങ്ങളൊക്കെ താൻ നടത്തി. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ചുരുക്കി പറഞ്ഞാൽ ഈ റിസർച്ച് നടത്തിയ നിരീശ്വരവാദി വിശ്വാസിയായി. എന്നിട്ട് തൻ്റെ വലിയ കണ്ടുപിടുത്തം എല്ലാം കൂടെ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. കേസ് ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾ വായിക്കണം മക്കളെ. ലോകത്തിൽ ഇന്ന് 5 മില്യണോളം കോപ്പികൾ അത് വിറ്റുപോയി. കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ അടയാളമാണ്. സത്യ സന്ദേശം, സത്യമാർഗം യേശുവിൽ കൂടെ ഉള്ളത് മാത്രമാണെന്ന് മനുഷ്യൻ അറിയാൻ ഇതാ ദൈവം ചരിത്രത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. അവിടെ മാത്രം തീരുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ 2-ാം അധ്യായമാണ്. മുന്നോട്ട് പോവുക. 3-ാമത്തെ അധ്യായത്തിലെ സംഭവം എന്താണ്? 3-ാമത്തെ അധ്യായത്തിൽ പത്രോസും യോഹന്നാനോട് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ പോകുക. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരു വ്യക്തി വാതിക്കൽ ഇരിക്കുന്നു, ഭിക്ഷ ചോദിക്കാൻ വേണ്ടി. ഇവർ വന്നപ്പോൾ ഇവരെയും നോക്കി വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ നോക്കി. പക്ഷെ ഇവര് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നൽകാമെന്ന് പറഞ്ഞ് കരം പിടിച്ചവരെ എഴുന്നേൽപ്പിച്ചു. അവൻ സൗഖ്യമായി അവരോടൊപ്പം തുള്ളിച്ചാടി ദേവാലയത്തിൽ കയറി. അവിടെ ഉള്ളവർ അത്ഭുതത്തോടെ തടിച്ചുകൂടി. അപ്പോൾ പത്രോസ് അവിടെ നിന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു. ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടല്ല, ഞങ്ങളുടെ ശക്തി കൊണ്ടുമല്ല, ഇത് നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്ന യേശുവിൻ്റെ ശക്തിയാണ്. അവിടെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്ന ഞാനൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ? സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാൻ വകയില്ലായിരുന്നു. മനസ്സിലായോ? സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ സന്ദേശത്തെ ശരിവെക്കുന്ന അസാധാരണമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ സന്ദേശത്തോടൊപ്പം നടന്നു. അത് 3-ാം അധ്യായത്തിൽ മാത്രമല്ല, സ്തേഫാനോസിലൂടെ, പത്രോസിലൂടെ, പൗലോസിലൂടെ അസാധാരണമായ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര നടന്നു. 28-ാമത്തെ അധ്യായം എന്തുവാ? ഒരു ദ്വീപിൽ ചെന്നു, അണലി കടിച്ചു. എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു ഇവനിപ്പോൾ ചത്തു വീഴും. കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇവിടുത്തെ ഞങ്ങളുടെ ദേവി അവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. മരിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ
പൗലോസിന് ഒരു കുഴപ്പമില്ല. ആ ദ്വീപിലെ ലീഡറിനെ കൂടെ സ്നാനപ്പെടുത്തിയിട്ടാണ് പൗലോസ് അവിടുന്ന് പോയത്. കേൾക്കുന്നുണ്ടോ? സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ചിലരെ വലിയ പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ പഠിച്ച് പറഞ്ഞു ഇത് കേവലം അപ്പോസ്തല പ്രവൃത്തിയുടെ കാലത്ത് മാത്രമാണ്. എന്തുവാ? ആദിമ നൂറ്റാണ്ടിൽ മാത്രമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയട്ടെ. യേശു പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക. എന്നിട്ട് പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിലും ഇവിടെ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഈ പന്തലിൻ്റെ അകത്തും ഈ ശബ്ദപരിധിയിലും ഈ സന്ദേശത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരം അറിയത്തക്കവണ്ണം അത് രോഗസൗഖ്യമായി, അത് കുടുംബത്തെ വാഴുന്ന പൈശാചിക ബന്ധനങ്ങളെ അറുത്തിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം ഈ മൂന്നാമത്തെ രാത്രിയിലും സംഭവിക്കും. അല്ല, നമ്മൾ എവിടെ സുവിശേഷം പറഞ്ഞാലും അതിനെ പിന്തുണയ്ക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ധൈര്യം, കൃപ പ്രാപിച്ച ദൈവജനം ധൈര്യത്തോടെ സുവിശേഷം പറയുന്ന വർഷമായി ഇത് തീരട്ടെ. തെരുവിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവശക്തിയുടെ പ്രദർശനം നടക്കും. രാത്രിയിലും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ എന്നെ കേൾക്കുന്നവരിൽ ആരുമെങ്കിലും സംശയത്തോടെ ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഇവന്മാരുടെ തട്ടിപ്പല്ലേ, ഇതെല്ലാ വർഷവും ചുമ്മാതെ കുറേ പൈസ മുടക്കാൻ വേണ്ടി ഇവർക്കൊന്നും വേറെ പണിയില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അറിയത്തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യം ആകുന്ന നിലയിൽ ഇവിടെ പ്രസംഗിക്കുന്ന സന്ദേശം ദൈവശക്തിയായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. സുവിശേഷത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ഇത് പറയുമ്പോൾ സാക്ഷ്യങ്ങൾ പറയാൻ നമുക്കൊക്കെ ഉണ്ട് ഇല്ലേ? ഈ സഭയുടെ ആരംഭത്തെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ദൈവം അസാധാരണമായി ജീവിതത്തിൽ ചെയ്ത സാക്ഷികളല്ലേ ഇവിടെ നിൽക്കുന്നേ. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴിയില്ലെന്ന് ചിന്തിച്ചെടുത്ത്, മുന്നോട്ടിനി ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചെടുത്ത് ഇറങ്ങി വന്ന സുവിശേഷത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ ഇവിടില്ലേ? ആ ദൈവശക്തി ഇന്നും പ്രവർത്തിക്കും. ഇന്ന് രാത്രിയിലും ഈ യോഗം തീരുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിലും സംഭവിക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഈ രക്ഷ ഇത്രയും മഹത്വമുള്ളതാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ആദ്യ പ്രസംഗി യേശുവാണ്. രണ്ടാമത്തെ കാരണം ഇത് ദൈവം സാക്ഷി നിന്ന സന്ദേശമാണ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ വാക്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത് നമ്മൾ നോക്കി. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും. അടുത്ത ഭാഗം, മൂന്നാമത്തെ ഭാഗം, കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ. കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നത്. എന്തുവാ അതിൻ്റെ അർത്ഥം? നമുക്ക് മനസ്സിലായി യേശു പ്രസംഗിച്ച സന്ദേശമാണ്. പക്ഷെ യേശു പ്രസംഗിച്ചത് കേട്ടതാരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളാരും യേശു ജീവിച്ചപ്പോൾ ജീവിച്ചിരുന്നില്ല. യേശു 3-3.5 വർഷം മാത്രമാണ് പ്രസംഗിച്ചത്. യേശു പ്രസംഗിച്ചത് ഫലസ്തീനിലാണ്. നമ്മളത് നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പറയാ, കേട്ടവർ ഉറപ്പിച്ച് തന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഐ വിറ്റ്നസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷികളുടെ വിവരണമാണ്. ഒരാളോട് ഈ സുവിശേഷം പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രസികനായ മനുഷ്യൻ പറഞ്ഞു, ജീവനോടിരിക്കുന്നതിൻ്റെ അപ്പൻ പറയുന്നത് പോലും ഞാൻ കേൾക്കാറില്ല. പിന്നാണോ പണ്ടാരാണ്ട് എഴുതിയ ഏതോ ഒരു മത്തായി എഴുതിയ ഏതോ കുറേ കഥ കേട്ട് ഞാനിത് അനുസരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഇത് കൃത്യമായി കേട്ടോണം. ഏതോ മത്തായി എന്തോ കുറേ കാര്യം എഴുതിയതല്ല ഇവിടെ തൊണ്ട കീറി പ്രസംഗിക്കുന്നത്. ഇത് ദൃക്സാക്ഷികളുടെ വിവരണമാണ്. അർത്ഥം ഇത് നേരിട്ട് കണ്ടവർ എഴുതി തന്നാണ്. അതെന്തുവാണ് വാക്യങ്ങൾ? അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടത്, ഞങ്ങളോടൊപ്പം ഇരുന്നത്. പത്രോസ് പറഞ്ഞെന്താ? ഞങ്ങൾ പ്രസംഗിക്കുന്ന നിർമ്മിത കഥകളല്ല, കെട്ട് കഥകളല്ല,
ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ അവനോടൊപ്പം ആ പർവ്വതത്തിൽ ഉണ്ടായിരുന്നെന്ന്. ഇത് ചുമ്മാ പറയുന്ന കഥയല്ല, ഇത് യേശുവിൻ്റെ വാക്കുകൾ നേരിട്ട് കേട്ടവർ എഴുതി തന്ന സന്ദേശമാണ്. അല്ല, അപ്പോഴും ചിലർക്ക് സംശയം ഇതാണ്, അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി വല്ലോ ഇങ്ങനെ. അതാണല്ലോ ഇപ്പോഴും നമ്മളെ പറ്റിയും പറയുന്നത്. ഇതൊക്കെ മീഡിയ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഈ പരസ്യ സ്ഥലത്തുള്ള പ്രസംഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ താഴെ ചിലർ വന്ന് കമൻ്റ് ഇടും, ഇവനൊന്നും വേറെ പണി ഇല്ല, അത് വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്ന് ഇങ്ങനെ വല്ല പണിയെടുത്ത് ജീവിക്കടാ, നിനക്ക് ഇതുകൊണ്ട് ഉപജീവനം, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം പത്രോസും യോഹന്നാനൊക്കെ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി എഴുതിയതാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ കേൾക്കണേ, എല്ലാവരും കേൾക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും അവരെല്ലാം കൊല്ലപ്പെട്ടു, മാർട്ടിയർഡം, രക്തസാക്ഷികളായി. ഒരു കള്ളത്തരത്തിന് വേണ്ടി ആരെങ്കിലും ജീവൻ കളയുമോന്ന്? ഇല്ല. സത്യമാണെന്ന് അവർ കണ്ടതുകൊണ്ട് അവർ പ്രസംഗിച്ച സത്യത്തിനു വേണ്ടി അവർ ജീവിച്ചു. അവർ ഉറപ്പിച്ചതെന്ന് അവരുടെ ജീവന്റെ രക്തം കൊണ്ടുപോലും മുദ്ര ചെയ്ത് ഉറപ്പിച്ചതെന്ന സന്ദേശമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ രക്ഷയ്ക്ക് മഹത്വമുള്ളത് എന്തുകൊണ്ടാണ്? ഇത് യേശു പ്രസംഗിച്ച സന്ദേശമാണ്, ഇത് ദൈവം സാക്ഷി നിന്ന സന്ദേശമാണ്, ഇത് കേട്ടവർ ഉറപ്പിച്ചു തന്ന മഹത്വമേറിയ സന്ദേശമാണ്. ഇന്ന് രാത്രിയിൽ രക്ഷ പ്രാപിച്ചിട്ടുള്ളവർ, രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കണം, ഉള്ളം കത്തണം. ഇത്ര മഹത്വമായ രക്ഷയെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന്, ഞങ്ങളുടെ കണ്ണിനെ തുറന്നതിനായി സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിനെ അവഗണിക്കരുതെന്ന് പറയാൻ കാരണം, ഇത് സൗജന്യമായി മഹത്വമേറിയൊരു രക്ഷയെ നൽകുക. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇത് അവഗണിച്ചു കൂടാന്ന് പറയുന്ന രണ്ടാമത്തെ കാരണം? അത് അതിൻ്റെ രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വിശുദ്ധ ബൈബിളിൽ നമുക്കെല്ലാം അറിയാം, രണ്ട് നിയമങ്ങളാണ്, പഴയ നിയമം, പുതിയ നിയമം. ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ, രണ്ട് ഉടമ്പടികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയാം. അവിടെ പറയുന്ന ഇതാണ്: പഴയ നിയമം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ മോശയാണ്. മോശയ്ക്ക് ദൂതന്മാർ മുഖാന്തരമാണ് ഈ നിയമം ലഭിച്ചത്. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മറു സൈഡിൽ നമ്മളിപ്പോൾ ചിന്തിച്ചത് യേശുവിൽ കൂടെ വന്ന സുവിശേഷം. രണ്ട് കാര്യം. ഒന്നെന്തുവാണ്? ദൂതന്മാർ മുഖാന്തരം പഴയ നിയമം, യേശുവിൽ കൂടെ ലഭിച്ച പുതിയ നിയമം. എന്നിട്ട് ചോദ്യം ഇതാണ്, വായിക്കുന്ന നമ്മളോടും വായനക്കാരോടുമുള്ള ചോദ്യം: യേശുവാണോ ശ്രേഷ്ഠൻ, ദൂതനാണോ ശ്രേഷ്ഠൻ? ഹൂ ഈസ് ഗ്രേറ്റർ? നമ്മൾ ഒറ്റ വാക്കിൽ പറയും, യേശുവാണ് ശ്രേഷ്ഠൻ. അതിൻ്റെ തെളിവുകൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്യാം. ദൂതനേക്കാളും ഉന്നതനാണ് യേശു ക്രിസ്തു. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ദൂതൻ പോലും യേശുവിനെ ആരാധിക്കുന്നു. ദൂതൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, യേശു നിത്യനാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഈ പഴയ ഉടമ്പടി, ദൂതന്മാർ മുഖാന്തരം നൽകിയ ഉടമ്പടിയിൽ, ആ ഉടമ്പടി ലംഘിച്ചപ്പോഴെല്ലാം അതിന് ന്യായമായ ശിക്ഷ ഇസ്രായേൽ മക്കൾക്ക് കിട്ടി. നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയത്തില്ല, ഞാൻ വിവരിക്കാതെ തന്നെ നമുക്ക് ഏറെക്കുറെ അറിയാം. മത്സരിച്ചപ്പോഴെല്ലാം അവർക്ക് നല്ല അടി കിട്ടി. അവസാനം പ്രവാസത്തിൽ പോയി. ഈ ചരിത്രം നമുക്കറിയാം. കാര്യം ഇത്രയേ ഉള്ളൂ, പഴയ നിയമം ദൂതന്മാർ മുഖാന്തരം നൽകിയതാ. പക്ഷെ അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ ന്യായമായ ശിക്ഷ കിട്ടിയെങ്കിൽ ചോദ്യം ഇതാണ്: ഈ ദൂതനേക്കാളും ഉന്നതനായ
ദൈവത്തിൻ്റെ സ്വന്തം പുത്രനിലൂടെ വന്ന സുവിശേഷത്തെ തള്ളിക്കളഞ്ഞാൽ അതിനേക്കാളും എത്രയോ കഠിനമായ ശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സന്ദേശത്തിൻ്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരിക. ഞാൻ എന്തുകൊണ്ട് ഈ സന്ദേശത്തെ അവഗണിച്ചുകൂടാ? ഇത് അവഗണിച്ചാൽ കൊടിയ ന്യായവിധിയാണ് ബാക്കിയുള്ളത്. കൺവെൻഷൻ ടൈം പാസ് അല്ല, പ്രസംഗം ചുമ്മാതെ ബഹളമല്ല. ഇത് തള്ളിക്കളഞ്ഞാൽ വിളിച്ചു വരുത്തുന്നത് ന്യായവിധിയാണെന്ന് തിരിച്ചറിയാം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ പറയുന്ന ഒരു ഉദാഹരണം പറയാം. ഈ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഫ്ലിപ്കാർട്ടും പിന്നെന്തോ അമേസണും പിന്നെ മിന്ത്രയും ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ഒരു സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ സാധനം ഓർഡർ ചെയ്തപ്പം ഒരാഴ്ച കഴിയുമ്പോൾ വരും, അല്ല ഇപ്പോൾ 2 ദിവസത്തിൽ വരും, 2-ാം ദിവസം വരും. 2-ാം ദിവസം ആയപ്പോൾ ഈ ഡെലിവറി ബോയ് വിളിച്ചു, സാറേ ഞാൻ ഓർഡറുമായിട്ട് അങ്ങോട്ട് വരാനാ, സാറുണ്ടോ വീട്ടിൽ? അപ്പോൾ നമ്മളെന്ത് പറയില്ല, ഞാനിപ്പോൾ വീട്ടിലില്ല, 4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ വരും. അപ്പോൾ നീ 4 മണിക്ക് വരണം, പക്ഷേ ഞാൻ 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. അപ്പം 4-ൻ്റെയും 5-ൻ്റെയും ഇടയ്ക്ക് തന്നെ കൃത്യം നീ വരണം. അപ്പം നമ്മൾ അധികാരത്തോടെ പുള്ളിയെ സാറേ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് പുള്ളി വരും. പക്ഷേ ഡെലിവറി ബോയും ഓൺലൈൻ ഷോപ്പിംഗ് അവിടെ നിൽക്കട്ടെ, ഒരു പോലീസാണ് വരുന്നത്. സാറ് വീട്ടിൽ കാണുമോ? സാറിന് സൗകര്യം എപ്പോഴാന്ന് ചോദിക്കുമോ? അല്ല, കോടതി ഇതൊരു സമൻസ് വരിക, ഇത്രാം തീയതി 10:30 കോടതി കാണണം. അപ്പോൾ നമ്മളെന്തെങ്കിലും പറയുമോ? നമ്മൾ കിട്ടുമ്പോൾ തൊട്ടേ കോടതി വേണേൽ നിൽക്കാൻ തയ്യാറാവും. അത്രയ്ക്കും ആദി കയറും. എന്താ കാരണം? ഈ പറയുന്ന ആളുടെ അധികാരമാണ് അതിനെ അവഗണിച്ചാൽ വരുന്ന ശിക്ഷയുടെ നിലവാരം. പഴയ നിയമത്തിൽ ദൂതന്മാർ മുഖാന്തരം വന്നതാ. അതിന് ശിക്ഷ കിട്ടിയെങ്കിൽ ഈ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞാൽ എത്രയോ ഭയാനകമായ ന്യായവിധിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തിരിച്ചറിയണം. ഗ്രേറ്റർ ഈസ് ദ കോൺസിക്വൻസ് ഓഫ് റിജക്റ്റിംഗ് ദ ഗോസ്പൽ. വാക്യങ്ങൾ പലത് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എങ്കിലും ഞാൻ 1-2 കാര്യം പറയാതെ പോയാൽ ആ ഭാഗം ശക്തമാകത്തില്ല. ഞാൻ 1-2 ഭാഗം മാത്രം പറയാം. എബ്രായ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകൾ ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. അടുത്ത ഭാഗം, അവനും മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. കേൾക്കണേ, മനുഷ്യൻ ഒരൊറ്റ ആയുസേ ഉള്ളൂ. ഈ ജീവിതം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ രഹസ്യ പരസ്യ സകല ജീവിത മേഖലയും അറിയുന്ന സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ സുവിശേഷം തള്ളിയിട്ടുണ്ടെങ്കിൽ നിത്യ നരകം മാത്രമേ ബാക്കിയുള്ളെന്നറിയുക. യു കനോട്ട് എസ്കേപ്പ് ഇഫ് യു ഇഗ്നോർ. ഈ സന്ദേശത്തെ തള്ളിക്കളയുമ്പോൾ വിളിച്ചു വരുത്തുന്നത് ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നത് നിത്യനാശത്തിലേക്കാണെന്നറിയുക. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്തുകൊണ്ട് ഈ സന്ദേശത്തെ അവഗണിക്കരുതെന്നാണ് പറയുന്നത്. സുവിശേഷം നൽകുന്നത് ഒരു വലിയ രക്ഷയാണ്. പക്ഷേ ആ രക്ഷയെ അവഗണിച്ചാൽ വലിയ ശിക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയാണ് സുവിശേഷം നമുക്ക് നൽകുന്നത് തിരിച്ചറിയുക. ഞാൻ മുന്നോട്ട് പോട്ടെ. സുവിശേഷത്തെ അവഗണിക്കരുതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സന്ദേശത്തോട് പ്രതികരിക്കേണ്ടത്? വാട്ട് മസ്റ്റ് ബി ആർ റെസ്പോൺസ്? നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? 1-ാമത്തെ വാക്യം, ആ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അവിടെ ഒരു വാക്ക് എഴുതിയേക്കുക, ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ളൊരു മോതിരം വിരളിലേക്ക് ഇടാൻ നേരം അത് തെന്നിത്താഴെ പോയി നഷ്ടപ്പെടുന്നത് പോലെ,
അല്ലെങ്കിൽ ഒരു തീരത്തേക്ക് പടകടുക്കുക, കപ്പൽ ഒരു തീരത്തേക്ക് അടുക്കുക. പക്ഷേ അടുക്കുന്ന സമയം കാറ്റൊക്കെ അടിച്ച് മറ്റൊരു ദിശയിലേക്ക് അതിനെ കൊണ്ടുപോയി നാശത്തിലേക്ക് തള്ളിയിടുന്നത് പോലെ എബ്രായ ലേഖനകർത്താവ് പറയാ, ഇത് ശ്രദ്ധിച്ച് കരുതിയില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്നൊഴുകിപ്പോകും. എന്തുവാ അർത്ഥം എന്നറിയാമോ? ഈ മൂന്നാമത്തെ രാത്രി ഒരു അവസരം കൂടെ കർത്താവ് തരികയാ. ഇന്നും ഇതിനോട് പ്രതികരിക്കാതെ, ഇന്നും ഇത് ഉഴപ്പിപ്പിട്ടാൽ നമ്മുടെ അടുത്ത് നിന്ന് ഇത് ഒഴുകിപ്പോകുകയാണ്, ഇത് ഒഴുകിപ്പോകുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശത്തോട് പ്രതികരിക്കാൻ, ഇതിനോട് ശരിയായി ഒന്ന് സ്വീകരിക്കാൻ വിളിക്കുക. ഒഴുകിപ്പോകും. അവസാനത്തെ അവസരമായിരിക്കാം ഇത്, നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സുവിശേഷം നമ്മളെ വിളിക്കുക. എന്താണ് സുവിശേഷത്തോടുള്ള ശരിയായ പ്രതികരണം? 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ ഭാഗം, അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും പറയാതെ ആ വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 30, 32, 30, 31 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് കൃത്യമായ ചോദ്യം. എന്തോ അപ്പോൾ ചെയ്യേണ്ടത്? രക്ഷയുടെ മഹത്വം മനസ്സിലായി, രക്ഷ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായി. എങ്ങനെ ആയിരിക്കണം പ്രതികരണം? ഉത്തരം പൗലോസ് പറയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഒരു വാക്യം കൂടെ, ഇതേ ചോദ്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37, 38 വാക്യത്തിൽ: സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണ്ടു? ഉത്തരം പത്രോസ് പറയാ: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്തുവാ ചെയ്യേണ്ടത്? സുവിശേഷത്തോടുള്ള പ്രതികരണം എന്താ? മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം. എന്തുവാണ് മാനസാന്തരം? എന്തുവാണ് വിശ്വാസം? ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ജീവിതത്തിൽ പാപിയാണെന്നുള്ള ബോധ്യം വന്നിട്ട് ഞാൻ ജീവിക്കുന്ന പാപ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനത്തോടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നടക്കുന്നതാണ് മാനസാന്തരം. മനസ്സിലൊരു മാറ്റം വരിക, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ സ്വാധീനത്തോട് വിട പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക. കേൾക്കണമേ, മനുഷ്യനായി പിറന്ന സകലരും പാപികളാണെന്നാണ് വചനം പറയുന്നത്. നമ്മളുടെ പുറമേ നമ്മൾ മാന്യന്മാരായിരിക്കും, വലിയ വലിയ മാന്യരായിട്ട് നമുക്ക് അഭിനയിച്ച് നിൽക്കാം. പക്ഷെ സകലതും അറിയുന്ന, നമ്മുടെ ഉള്ളിലെ ജീവിതത്തെ ശരിക്കറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം പാപികളാണ്. ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ സകല മനുഷ്യരും പാപികളാണ്. സുവിശേഷത്തിൻ്റെ കേൾവിയിൽ പരിശുദ്ധാത്മാവ് പാപബോധമിടുമ്പോൾ വിട പറയുകയാണ്: കർത്താവേ, എനിക്കിനി ഈ പാപത്തിൽ തുടരണ്ട, എനിക്ക് മ്ലേച്ഛതയിൽ തുടരണ്ട, എൻ്റെ ആത്മീക ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ളൊരു ആകാംക്ഷയോടെ, വാഞ്ചയോടെ ദൈവത്തിങ്കിലേക്ക് തിരിയണം. മനസാന്തരം പുറമേയുള്ളതൊന്നുമല്ല, ഹൃദയത്തിനുണ്ടാകുന്ന രൂപാന്തരമാണ്. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നതാണ് യേശുവിൽ വിശ്വസിക്കണം, വിശ്വസിക്കുക. എന്തുവാ വിശ്വസിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഞാനൊരു പാപിയാണെന്ന് വിശ്വസിക്കണം. 2, യേശു എനിക്ക് പകരമായി കാൽവറിയിൽ യാഗമായി എന്ന് വിശ്വസിക്കണം. എൻ്റെ പാപം യേശു ഏറ്റെടുത്തു, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം. ആ വിശ്വാസം എന്നിലുണ്ടാകുമ്പോൾ എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നത്, യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിക്കുന്നതാണ് രക്ഷയിലേക്കുള്ള പ്രതികരണം. രാത്രിയിൽ ഞാനിത് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു മാനസാന്തരം നമുക്കുണ്ടായിട്ടുണ്ടോ? സഭയിൽ ചേരാൻ വേണ്ടി അല്ല സ്നാനം, എല്ലാവരും സ്നാനപ്പെടുന്നത് കൊണ്ട് പെടുന്നതും അല്ല സ്നാനം. കൃത്യമായി പാപബോധമുണ്ടായിട്ട്, അയ്യോ, ഈ ഭയങ്കരനായ, ഈ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടായി ഹൃദയ നുറുക്കത്തോടെ യേശുവിന് ആശ്രയിച്ചിട്ടുണ്ടോ? That is repentance. ഈ ഉള്ളിലുണ്ടാകുന്ന മാനസാന്തരവും ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരവും
യേശുവിലുണ്ടാകുന്ന വിശ്വാസത്തെയും പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് സ്നാനം. ദൈവസഭയിലുള്ളവരും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇടയിൽ സ്നാനം വിവിധ കാരണം കൊണ്ട് നടക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൗവനക്കാരുടെ ഒരു കൂട്ടായ്മയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ ഞായറാഴ്ച 5 കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, ആരാ മക്കളെ സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. അപ്പോൾ 5 പേര് എഴുന്നേറ്റ് നിരനിരയായി അവർ നിന്നു. ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, മോൻ്റെ പേരെന്തുവാ? പേര് പറഞ്ഞു. ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് പറഞ്ഞു, 9ാം ക്ലാസ്. അടുത്ത ആളോട് ചോദിച്ചു, മോൻ്റെ പേരെന്തുവാ? പേര് പറഞ്ഞു. ഏത് ക്ലാസ്സാണ്? 9ാം ക്ലാസ്. അടുത്ത മോളോട് ചോദിച്ചു, മോളുടെ പേരെന്തുവാ? ഏത് ക്ലാസ്സാണ്? 9ാം ക്ലാസ്. 5 പേരും. എനിക്ക് പിന്നീടാണ് മനസ്സിലായ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ സ്നാനപ്പെട്ട പിന്നെ ആ ചർച്ചിലുള്ള ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് പോലും വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ നടന്നോ? നീ കണ്ടോ? നിൻ്റെ പ്രായമല്ലോ ഉള്ളോ? ഇങ്ങനെ പറഞ്ഞ് പലരും പെട്ടുപോയി. രാത്രിയിൽ കേട്ടോണേ, സ്നാനം എന്താ? മനസാന്തരത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഇന്ന് സ്നാനപ്പെട്ടിട്ടും വിശുദ്ധ ജീവിതം സാധ്യമാകുന്നില്ല. കാരണം പാപത്തിൽ നിന്ന് തിരിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യമിടുകയാണ്, ദൈവത്തോടും മത്സരിച്ചിരിക്കാൻ, ദൈവത്തോടും മറുതലിക്കാൻ, ദൈവത്തിൽ നിന്ന് ഒളിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കത്തില്ല. ഒരൊറ്റ വഴിയുള്ളൂ, യേശുവാ. യേശുവിനെ മുറുകെ പിടിച്ചാൽ, രക്ഷകനെ വിളിച്ചാൽ, ഇന്ന് രാത്രിയിലും പാപത്തിൻ്റെ ആസക്തിയിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഒന്ന്, മാനസാന്തരപ്പെടുക, അതോടൊപ്പം യേശുവിൽ വിശ്വസിക്കുക, അതിൻ്റെ പരസ്യ പ്രഖ്യാപനമായി സ്നാനമേൽക്കുക. ശരിയായ സുവിശേഷത്തോടുള്ള പ്രതികരണം ഇതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ വാതിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുകയാണ്. പരിശുദ്ധാത്മാവ് വാദിക്കുന്ന ചിലരിവിടെ ഉണ്ട്. ആരും കാണുന്നില്ലെന്നൊക്കെ ഓർത്ത് പലതിലും പല പാപത്തെയും താലോലിക്കുന്ന ചിലരോട് ഇന്ന് രാത്രിയിലും സുവിശേഷം വിളിക്കുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. സുഹൃത്തേ, സ്നേഹിത, ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ജനത്തോട് പറയട്ടെ, പാപത്തിൽ തുടരാതെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. സുവിശേഷത്തോടുള്ള ശരിയായ പ്രതികരണം മനസാന്തരമാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, ഈ സന്ദേശത്തെ സ്വീകരിക്കുന്നതിലൂടെ എന്ത് ലഭിക്കും? പ്രസക്തമായ ഭാഗമാണ്. വിശ്വാസത്തിൽ വന്നിട്ടുള്ള പലരും നേരിട്ട ചോദ്യമായിരിക്കും ഇത്. നീ വിശ്വാസത്തിൽ പോയിട്ട് നിനക്ക് എന്നോ കിട്ടി? ചോദ്യ, എന്തോ കിട്ടി? എന്തോ കിട്ടും? വ്യക്തമായിട്ട് ഈ 2ാമത്തെ അധ്യായത്തിന് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? 3 കാര്യം. 2ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ വരാം. അതിൻ്റെ 11ാമത്തെ വാക്യം, എബ്രായ ലേഖനം 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ എന്നവിടെ പറയുന്നത് യേശുവിനെ പറ്റി പറയാം. വിശുദ്ധീകരിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ പറ്റി പറയുക. അപ്പോൾ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്തോ കിട്ടും? ഒന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എല്ലാം ഒരുവനല്ലോ പിതാവ്. അർത്ഥം, സുവിശേഷത്തിൽ കൂടെ ലഭിക്കുന്നത് കേൾക്കുക. ഇന്ന് രാത്രി സുവിശേഷം വിളിക്കുന്നത് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാകാനാണ്. യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ യേശുവിൻ്റെ പിതാവ് എൻ്റെ പിതാവായിട്ട് മാറും. ദൈവത്തിൻ്റെ കുടുംബക്കാരാകാൻ സുവിശേഷം ഇന്ന് രാത്രിയിലും നിങ്ങളെ വിളിക്കുകയാണ്. ഇതിന് വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു പേരുണ്ട്, നമുക്കറിയാവുന്ന ഭാഗമാണ്. ഇതിനെ വിളിക്കുന്നത് വീണ്ടും ജനനമെന്ന. എന്തുവാ? യേശുവിൻ്റെ അടുത്ത് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി ചെന്ന് യേശുവിനെ വാനോളം പുകഴ്ത്തി, യേശുവെ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നയാളാണ്, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ഇതൊക്കെ പറഞ്ഞപ്പോൾ യേശു കേട്ടിട്ട് അത് മൈൻഡ് പോലും ചെയ്യാതെ യേശു പറഞ്ഞ എന്തോ അറിയോ? നീ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തുമില്ല, നീ ദൈവരാജ്യം കാണത്തുപോലുമില്ല. സുവിശേഷത്തിൽ കൂടെ ലഭിക്കുന്ന എന്താണെന്നറിയാമോ? വീണ്ടും ജനനം. എങ്ങനെയാ വീണ്ടും ജനനം സാധ്യമാകുന്നേ? വചനത്താലും ആത്മാവിനാലും. ഇന്ന് രാത്രിയിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തോട് വാദിക്കും. ആത്മാവിന്റെ ആ ഇടപെടൽ മനസ്സിലാക്കി യേശുവേ ഞാൻ പാപിയാണെന്ന് പറയുമെങ്കിൽ അമാനുഷികമായ ഒരു ദൈവികമായ ഒരു ജനനം ഹൃദയത്തിൽ സംഭവിക്കും. അത് ദൈവ കുടുംബത്തിലേക്കുള്ളൊരു പ്രവേശനമാ. ഇന്ന് രാത്രിയിലും വിളിക്കുക സുവിശേഷം യേശുവിൻ്റെ ദൈവത്തിൻ്റെ കുടുംബക്കാരാകാൻ വിളിക്കുന്നു. ഇത് മതം മാറ്റാനുള്ള സന്ദേശമല്ല, ഇത് സംഘടന മാറ്റാനുള്ള സന്ദേശമല്ല, ഇത് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ക്ഷണമാണ്. ഇത് പറയുമ്പോൾ തന്നെ പറയാം, സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, പെന്തക്കോസ്റ്റൽ ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഫാമിലിക്കാരനാവത്തില്ല. നമ്മുടെ മക്കൾ നമ്മൾ വീണ്ടും ജനിച്ചത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ കുടുംബക്കാരാവത്തില്ല. ഇൻഡിവിജ്വലി, വ്യക്തിപരമായി സുവിശേഷത്തിൻ്റെ കേൾവിയിൽ ഹൃദയത്തിൽ ആത്മാവിടപെട്ട് ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കർത്താവാക്കിയതാ. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ കേൾവിയിൽ ഹൃദയങ്ങളെ കർത്താവ് പരിവർത്തിക്കട്ടെ. പ്രവചന പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ കല്ലുപോലുള്ള ഹൃദയത്തെ മാംസളമായ ഹൃദയമാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നാളുകളായി സുവിശേഷം കേട്ടിട്ടും ഇതിനോട് പ്രതികരിക്കാതെ മറുതലിച്ച് നിൽക്കുന്ന, ഇതിനോട് എതിർത്ത് നിൽക്കുന്ന ചില ഹൃദയങ്ങളിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഈ വചനം കൊണ്ട് വീണ്ടും ബാധിക്കുകയാണ്. ഹൃദയത്തിൻ്റെ കവാടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ ഞാൻ പാപിയാണ്, എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്നെങ്കിൽ ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, കുടുംബത്തിൻ്റെ പേരിൽ മഹിമ എടുക്കുന്നവരാണ് നമ്മളിൽ പേരും. ഞങ്ങളൊക്കെ ഇന്ന കുടുംബക്കാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ കൊട്ടാനും പാടാനും ഒന്നും തുള്ളാനൊന്നും. എത്ര വലിയ കുടുംബക്കാരാണെങ്കിലും കേട്ടോണേ, നീ ദൈവത്തിൻ്റെ കുടുംബക്കാരായോ? അതാ ചോദ്യം. ദൈവത്തിൻ്റെ കുടുംബക്കാരനായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സകല കുടുംബത്തിൻ്റെ പേരും മരണം കൊണ്ട് തീരും. പക്ഷെ മരണം കൊണ്ട് തീരാത്തൊരു ബന്ധമുണ്ട്. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ ഒരു ബന്ധത്തിലേക്ക് വിളിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നിമിത്തം അവഗണിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നവരിൽ കണ്ടേക്കാം. അത് ചിലപ്പം പിതാക്കന്മാർ ചെയ്ത എന്തെങ്കിലും പാപവഴികൾ കൊണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ എന്തോലും ദുരിതങ്ങൾ കൊണ്ടോ, അവൻ ആ വീട്ടിലെ ഇന്നാരുടെ മോന എന്ന് പറയുമ്പോഴേ അവഗണിച്ച് പരിഹാസപാത്രമായി നിന്ന പാത്രമായി തീർന്ന കുടുംബങ്ങളുണ്ട് സമൂഹത്തിൽ. പക്ഷെ ഇന്ന് രാത്രിയിൽ കുടുംബത്തിൻ്റെ അഡ്രസ്സ് മാറ്റുക, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക്. അത് കഴിവുകൊണ്ടല്ല, കൃപയാൽ സുവിശേഷത്തോടുള്ള പ്രതികരണത്തിൽ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വിളിക്കുന്നു. Are you part of God's kingdom? മോളെ, നിനക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സഹോദരി, നിനക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ വചനത്താൽ സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ? അതല്ലേ സത്യത്തിൽ ദൈവസഭയിൽ നമ്മൾ കാണുന്നത്. ഇന്നും ഇത് മൂന്നാമല ചർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോഗം നടക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനേക ദേവദാസന്മാർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മറ്റു പല സഭകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ പിതാവ് ഒരുവനാ. നമ്മൾ ഒരു കുടുംബക്കാരായത് കൊണ്ടല്ലേ, ആ സന്തോഷത്തിലല്ലേ ഇവിടെ കൂടിയേ. That is what gospel is calling you. ഇന്ന് രാത്രി സുവിശേഷം വിളിക്കുന്ന ഒന്നാമത്തെ കാര്യം,
സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒന്നാമത്തെ പദവി ദൈവ മക്കളാകാനുള്ള അധികാരം ലഭിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മക്കളാകുകയാണ്. അത് ദൈവത്തിൽ നിന്നുള്ളൊരു ജനനമാണ്. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തതാണ്, അത് ദൈവമാണ് ചെയ്യുന്നത്. അത് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ചില ഹൃദയങ്ങളിൽ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, 2-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 14-15 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. രണ്ടാമതായിട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന പദവി എന്ത്, പ്രയോജനം എന്ത് കിട്ടും നോക്ക്. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. മരണത്തിന്റെ ഭീതിയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. എന്തുവാർത്ഥം? പാപം അടിമത്തമാണ്. പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പാപ സ്വഭാവങ്ങളിൽ പിടിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സുവിശേഷത്തിന് വിടുവിക്കാൻ കഴിയും. അത് മദ്യപാനമാകാം, അത് ഡ്രഗ്സ് ആകാം, എത്ര കൊടിയ പാപ സ്വഭാവമാവട്ടെ, സുവിശേഷത്തിൽ വിശ്വസിക്കുമെങ്കിൽ അതിൻ്റെ ആസക്തി, പിശാചിൻ്റെ ആധിപത്യം തകർന്നു വീഴും. രാത്രിയിലും കുടുംബങ്ങൾ ഈ വചനത്തിൻ്റെ കേൾവിയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ദൈവസഭയുടെ ഭാഗമാകാതെ അല്ലെങ്കിൽ സുവിശേഷത്തെ വിശ്വസിക്കാൻ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ കഴിയാതെ ഹൃദയത്തിൽ ഇരുട്ടിട്ട് കണ്ണിനെ കുരുട്ടാക്കി വച്ചിരിക്കുന്ന പിശാചിന്റെ ആധിപത്യങ്ങൾ ഈ വചന കേൾവിയിൽ തകർന്നു വീഴട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രിയിലും ഈ പന്തലിൽ ദൈവത്തിന്റെ പുത്രൻ വന്നിട്ടുണ്ട്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്ന, കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ പോരിടുന്ന പിശാചിന്റെ ആധിപത്യങ്ങൾ സുവിശേഷത്തിന്റെ കേൾവിയിൽ അടിഞ്ഞു വീഴുന്നു. ജനത്തിന്റെ ഹൃദയം കർത്താവ് തുറക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഓർത്തോണേ, പിശാചും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും കുട്ടി ദൈവത്തെ ഒന്നും പേടിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ. കേൾക്കുന്നുണ്ടോ? രാത്രിയിൽ അതാണ് അവിടെ അടുത്ത് എഴുതിയേക്കുന്നത്, മരണഭീതി. മരണഭീതി ഉണ്ടോ? എല്ലാവർക്കും പേടിയല്ലയോ പാസ്റ്ററെ? അതല്ല ഞാൻ പറയുന്നത്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ ആരോ വന്ന് പിടിക്കുന്നു, മരിച്ചു പോകുമെന്നുള്ള ആദി. സുവിശേഷത്തിന്റെ പ്രത്യാശ എന്തുവാണെന്നറിയാമോ? മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശയാ. എന്ന് പറഞ്ഞാൽ ഈ യോഗം തീരുന്നതിന് മുന്നേ ഇവിടെ മരിച്ചു വീണാൽ യേശുവിൻ്റെ അടുത്തേക്കാ പോകുന്നെന്നുള്ള പ്രത്യാശ പ്രാപിച്ചിട്ടുണ്ടോ? അതാണ് സുവിശേഷം നൽകുന്നത്. അതെന്താ ഉറപ്പ്? ഞാൻ മുമ്പേ പറഞ്ഞ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാ. യേശു ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തു. ആദ്യഫലം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പുറകെ ഒരു ഹാർവസ്റ്റ് ഉണ്ട്, ഒരു കൊയ്ത്തുണ്ട്. ആരാ? ദൈവസഭ. യേശുവിൽ വിശ്വസിച്ചവർ മരിച്ചാലും ജീവിക്കും. യെസ്, മരണഭീതികൾ ഹൃദയത്തിൽ നിന്ന് എടുത്ത് നീക്കട്ടെ. മരണഭീതി മാറട്ടെ. The gospel of Jesus sets us free. മരണത്തിന്റെ ഭീതിയിൽ നിന്ന് എടുത്തു നീക്കുകയാണ്. കേൾക്കുമ്പം വചനം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. ഒടുക്കത്തെ ശത്രു എന്നാണ് പറയുന്നത്. എൻ്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാവരും കേൾക്കണം. പ്രസംഗിക്കുന്ന ഞാൻ തൊട്ട് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാകാൻ നമ്മളെല്ലാവരും മരിക്കും. We all will die. പക്ഷെ മരണത്തിനപ്പുറം എവിടാ? ആ ഉറപ്പാണ് സുവിശേഷത്തിന് നൽകാനുള്ളത്. ആ ധൈര്യമാണ്. ഈ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പോരാട്ടം ഉണ്ടാകാം. We don't fear because beyond death, മരണത്തിനപ്പുറം, ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് മരണത്തെ വെല്ലുവിളിക്കുന്നത് ക്രിസ്തീയ പ്രത്യാശയാണ്. മൂന്നാമതായിട്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. സമയം നമ്മുടെ മുമ്പിൽ അവസാനിച്ചല്ലോ. 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ
അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതിലെ ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. മൂന്നാമത്തെ കാര്യം, സുവിശേഷം നൽകുന്നത് എന്താണ്? ഒരു തേജസ്സിലേക്ക് ഈ സുവിശേഷം നമ്മളെ നടത്തുന്നു. എന്തുവാണ് സുവിശേഷത്തിന്റെ സന്ദേശം? സുവിശേഷത്തിന്റെ സന്ദേശം ഇതാണ്: ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യരെ ദൈവത്തിന്റെ മക്കളാക്കാൻ. യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരാകും. കേൾക്കുന്നുണ്ടോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് യേശു രക്ഷിതാവായി വരുമ്പോൾ എന്തോ സംഭവിക്കും? താഴ്ചയുള്ള ഈ ശരീരത്തെ മഹത്വമുള്ള തൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതെപ്പോ സംഭവിക്കും? ഇനി അധികം താമസമിന നമ്മുടെ രക്ഷിതാവരം. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് അതാണ്: യേശുവിൻ്റെ വരവടുത്തു. നമ്മൾ കാത്തിരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണം യേശുവിൻ്റെ വരവിലാണ്. നമ്മൾ അവനെ കാണും. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന ആ ദൈവപുത്രനെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആകുന്നൊരു സുദിനമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസിദ്ധമായ വാക്യം: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത ഭാഗം: ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടൊപ്പമായിരിക്കും. ദൈവസഭയുടെ പ്രത്യാശ അതാണ്. ഇവിടുത്തെ നേട്ടങ്ങളല്ല, ഇവിടുത്തെ മാന്യതയല്ല, ഇവിടുത്തെ ഉയർച്ചയല്ല. ദൈവസഭയ്ക്ക് കർത്താവ് നൽകുന്ന, സുവിശേഷം നൽകുന്ന പ്രത്യാശ തേജസ്സാണ്. അവൻ്റെ വരവിൻ്റെ പ്രത്യാശ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വചനത്താൽ കർത്താവ് ഇടട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? ഒറ്റ വാക്കിൽ: ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ സന്ദേശം നൽകുന്ന മഹത്വമേറിയ ഒരു രക്ഷയുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞാൽ അത് നിത്യ ന്യായവിധിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരുടെ മുമ്പിൽ വീണ്ടും അവസരം വരികയാണ്. ഇതിനെ ശ്രദ്ധിച്ച് കരുതാൻ, ഇതിനോട് പ്രതികരിക്കാൻ, ഒരു ചുവട് വിശ്വാസത്തിൻ്റെ എടുക്കാൻ ഇന്ന് രാത്രിയിലും സുഹൃത്തെ താഴ്മയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് ഒഴുകിപ്പോകും. കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിക്കുക. ഇന്ന് രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് വന്നു നിൽക്കുമ്പോൾ ഇതിനെ തള്ളിക്കളയുന്നത് നാശമാണ്, അനർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് സുവിശേഷത്തോട് പ്രതികരിക്കാൻ നിങ്ങളെ കർത്താവ് വിളിക്കുക. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു വളരെ സുപരിചിതമായ ഒരു പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ. ആ പാട്ടിൻ്റെ വരികൾ തന്നെ നമുക്ക് ചേർന്ന് പാടാം. ആ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്തൃകാഹളം യുഗാന്ത്യത്തിൽ ധ്വനിക്കുമ്പോൾ പാർത്തലത്തിൽ രക്ഷപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടുന്നൊരു സുദിനമുണ്ട്. ഇത് 3-ാമത്തെ ദിവസമല്ലേ? ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ട് നിറയണം. കേൾക്കുന്നുണ്ടോ? സ്കൂളിൽ ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് ഓരോരുത്തരുടെ വിളിക്കും. ദൈവത്തിൻ്റെ കുടുംബക്കാരുടെ പേര് വിളിക്കും. ആ പേര് വിളിക്കുന്ന കൂട്ടത്തിൽ എൻ്റെയും പേര് കാണുമെന്നുള്ള ബോധ്യം ഉള്ളവരവനെ സ്തുതിക്കണം. ആ ബോധ്യമില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും സുവിശേഷം വിളിക്കുക. ദൈവ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ സുവിശേഷം വിളിക്കുകയാണ് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ. ആ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കര കൂടിയാകാശേ
പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. രാത്രിയിലും സുവിശേഷം നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ സുവിശേഷം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ, പിശാചാധിപത്യം പുലർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളെ ജയിക്കാൻ, പാപത്തിന്റെ സ്വഭാവത്തെ ജയിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ഈ രക്ഷകനെ എനിക്ക് വേണമെന്ന് പറയുന്നവർ, ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ജീവിതം തകർന്നുപോയി പാപത്തിന്റെ അടിമത്തത്തിൽ പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത ആസക്തിയിൽ തകർന്നു പോയവരുണ്ടെങ്കിൽ, രാത്രിയിൽ സുവിശേഷം വിളിക്കുക. ഈ പന്തലിനുള്ളിൽ രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. ഈ സന്ദേശത്തെ ഉറപ്പിക്കുന്ന ദൈവശക്തിയുടെ പ്രകടനം, കർത്താവ് സാക്ഷി നിൽക്കുന്ന അനുഭവം ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ സംഭവിക്കട്ടെ. ശരീരത്തിൽ രോഗസൗഖ്യമായി, ആത്മാവിൽ സമാധാനമായി, ഭയത്തെ എടുത്തുമാറ്റി സുവിശേഷത്തിന്റെ ശക്തി ജീവിതങ്ങളിൽ രൂപാന്തരം കൊണ്ടുവരാൻ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, വചനം കേട്ട അവിടുത്തെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പ്രവൃത്തി ഇതിന്റെ മധ്യത്തിൽ നടക്കുന്നതിനായി സ്തോത്രം. ചില ഹൃദയങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ചിലർ കൂടെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു രാത്രിയാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ ശബ്ദപരിധിയിൽ ദൂരത്ത് മാറിയിരുന്ന് കേൾക്കുന്ന ചിലരെ കർത്താവ് കണ്ടിട്ടുള്ളതിനായി സ്തോത്രം. കർത്താവ് അവരെ കൂടെ ഇതിന്റെ ഭാഗമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ദൈവശക്തി ഇതിന്റെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ബലഹീനതകൾ എടുത്തു നീക്കുന്ന, ഭയത്തെ എടുത്തു നീക്കുന്ന ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും സംഭവിക്കട്ടെ കർത്താവേ. ക്രിസ്തീയ പ്രത്യാശയാൽ ഉള്ളത്തെ നിറയ്ക്കണമേ. സുവിശേഷത്തെ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ദൈവജനത്തെ ഇനിയും കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവേ, ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിക്കും